നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. അലോക് വർമ്മ വീണ്ടും CBI തലപ്പത്ത്. അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി സുപ്രീംകോടതി റദ്ദാക്കി. വർമ്മയ്ക്കെതിരായ പരാതികൾ ഒരാഴ്ചയ്ക്കകം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ സമിതി പരിശോധിക്കണം. സെലക്ഷൻ സമിതി തീരുമാനം വരുന്നതുവരെ അലോക് വർമ്മ നയപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടില്ലെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ പരമോന്നത അന്വേഷണ ഏജൻസിയുടെ തലപ്പത്ത് നടന്ന പാതിര അട്ടിമറിയാണ് സുപ്രീംകോടതി തിരുത്തിയത്. അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച് നാഗേശ്വർ റാവുവിന് താൽക്കാലിക ചുമതല നൽകിയ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയ ഉത്തരവാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ അതിരുവിട്ട് നിയന്ത്രിക്കാനും കടന്നാക്രമിക്കാനും ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കരുത്തു പകരുന്നതാണ് വിധി. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. സുപ്രീംകോടതി നടപടി കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സ്ആപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. CBI കേസിലെ സുപ്രീംകോടതി നടപടി കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയോ എന്ന വിഷയത്തിൽ ആദ്യം പ്രതികരിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് കൃഷ്ണകുമാർ എന്ന പ്രേക്ഷകനാണ് ചെന്നൈയിൽ നിന്നും. പറയൂ കൃഷ്ണകുമാർ. അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. പിണറായിയിൽ നിന്നും പ്രേമൻ എന്ന പ്രേക്ഷകൻ. പറയൂ പ്രേമൻ. കേന്ദ്ര ഗവൺമെന്റിന് ഒരു ശക്തമായ തിരിച്ചടിയാണ്. പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ കോടതി വിധിയിൽ കൂടി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ മേഖലയിലും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന നടപടിക്കെതിരായിട്ടുള്ള ഒരു താക്കീത് കൂടിയാണ് കോടതി വിധിയിൽ കൂടി വന്നിരിക്കുന്നത്. പിന്നെ രാജ്യവ്യാപകമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു കടിഞ്ഞാണിടുന്നതിന് വേണ്ടി കോടതി എടുത്ത തീരുമാനത്തെ തീർച്ചും സാവധാനം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ നന്ദി പ്രേമൻ വിളിച്ചതിന്. പ്രദീപ് എന്ന പ്രേക്ഷകൻ വെണ്ണിയൂരിൽ നിന്നും. പ്രദീപ്, എങ്ങനെയാണ് താങ്കൾ കാര്യങ്ങളെ കാണുന്നത്? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. വടകരയിൽ നിന്ന് പ്രദീപ്, കേൾക്കാമോ? ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. വടകരയിൽ നിന്ന് നാണു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. നാണു, കേന്ദ്ര സർക്കാരിനേറ്റ ഒരു വലിയ തിരിച്ചടി തന്നെയാണോ പാതിരാത്രിയിൽ നടത്തിയ ആ CBIയിലെ അട്ടിമറി റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീംകോടതി ഉത്തരവ്? ഹലോ, കേൾക്കാം, പറയൂ. ഈ അട്ടിമറിയാണെന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു നേട്ടമാണ്. കാരണം കൂട്ടിലടിച്ച തത്ത എന്ന് പറയില്ലല്ലോ. ഈ അശോക് വർമ്മ കേന്ദ്ര ഗവൺമെന്റ് എതിരാളിയാണെന്നാണല്ലോ നിങ്ങൾ ചിത്രീകരിച്ചു വരുന്നത്. ആ സ്ഥിതിക്ക് ഈ അശോക് വർമ്മ CBIയുടെ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം സെൻട്രൽ ഗവൺമെന്റ് ഗുണമാണ്. കാരണം ഇനിയൊരു വിധി ഉണ്ടായാൽ ഇത് കൂട്ടിലടിച്ച തത്തയാണ്, കേന്ദ്ര സർക്കാർ സ്വാധീനം ചെലുത്തിയിട്ടാണെന്ന് പറയില്ലല്ലോ. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ വിജയമാണ്. ശരി, കേന്ദ്ര സർക്കാരിന് വിധി തിരിച്ചടിയാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം. മറ്റൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് അമ്പിളി ചേരുന്നു. പറയൂ അമ്പിളി. ഹലോ, പറയൂ. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ സാധാരണക്കാർക്ക് ഇതേക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എന്നാലും ഞങ്ങൾ ഈ സ്ഥിരം വാർത്ത കണ്ടും ഇങ്ങനെയുള്ള സംഗതികൾ കണ്ടിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് അവർക്ക് ആദ്യത്തെ പ്രഹരമായിരിക്കും എന്നുള്ളതായിരിക്കും. എന്താന്ന് വെച്ചാല്, സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്ന സാധാരണക്കാരായ ആളുകൾ, ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് എല്ലാ കാര്യത്തിലും, ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും കോടതി അംഗീകരിക്കുന്ന ഒരാളുകൾക്ക് ഇത് നല്ലൊരു ഇതായിട്ട്, സ്വതന്ത്ര സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതാണ് വിധി എന്നാണോ താങ്കൾ പറയുന്നത്? അതെ, സത്യമായിട്ടും ഞാൻ വളരെ സാധാരണ ഒരു വീട്ടമ്മയാണ്. സാധാരണ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ പുറംലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഈ മാധ്യമങ്ങളിലൂടെയും നിങ്ങളുടെ വാർത്തകളിലൂടെയും മാത്രം പുറംലോകങ്ങൾ കണ്ട് പരിചയമുള്ള ഒരു വീട്ടമ്മയാണ്. ആ സ്ഥിതിക്ക് ഞങ്ങൾ നിയമവും പിന്നെ സുപ്രീം കോടതി വിധി പിന്നെ പോലീസ് എല്ലാത്തിലും വിശ്വസിച്ച് അവര് ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഉണ്ടാവും എന്നൊരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. വളരെ നന്ദി. പറയൂ. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് സുപ്രീം കോടതിയുടെ വിധി എന്തായാലും ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പം
ഈ ഒരു എന്താന്ന് വെച്ചാൽ സത്യം തുറന്നു കാട്ടുന്നവരെ ഏത് അർദ്ധരാത്രിയിലും മാറ്റാം എന്നുള്ളതിനോട് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല. അപ്പൊ ഞങ്ങൾ ഈ പിന്നെ പരമോന്നത നീതിപീഠത്തിനോട് ഈ വിധിയിലൂടെ നന്ദി അറിയിക്കുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ പറയുന്നത്. ജനാധിപത്യ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് വിധി എന്നാണ് അമ്പിളി എന്ന പ്രേക്ഷക കോഴിക്കോട് നിന്നും അഭിപ്രായപ്പെടുന്നത്. കൊട്ടിയത്ത് നിന്ന് സേതുമാധവൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. പറയൂ സേതുമാധവൻ. ഹലോ, വിധി സുപ്രീം കോടതി പറഞ്ഞ എല്ലാ വിധിയും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ വിധി കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ശബരിമലയുടെ വിധിയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിധികളാണ്. മനസ്സിലായ? അത് പുനർപരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ചില വിധികൾ നല്ലതും ചില വിധികൾ അങ്ങനെയാണ്. അത് നമ്മളെല്ലാവരും നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ എടുക്കേണ്ട കാര്യം. എന്നാണ് നമ്മൾ ഒരു മജിസ്ട്രേറ്റ് കർണൻ എന്ന് പറഞ്ഞൊരു മജിസ്ട്രേറ്റ് വിളിച്ചു. സുപ്രീം കോടതി ജഡ്ജികൾക്കെതിരെയാണ് വിധിച്ചത്. എല്ലാവരും അയോഗ്യനാക്കിയിട്ടാണ് അങ്ങേര് വിധിച്ചത്. അത് നമ്മൾ അംഗീകരിക്കാൻ പറ്റുമോ? ഇപ്പോൾ CBI കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതിയുടെ ഈ നിലപാട് ഉത്തരവ് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഉത്തരവ് അംഗീകരിക്കാം. പക്ഷെ ചില ഉത്തരവുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് പ്രസ്താവിക്കുന്നുണ്ട്. ശരി, വളരെ നന്ദി സേതുമാധവൻ വിളിച്ചതിന്. പ്രദീപ് എന്ന പ്രേക്ഷകൻ വെണ്ണിയൂരിൽ നിന്ന്. പറയൂ പ്രദീപ്. അല്ല, ഈ വിധി തീർച്ചയായിട്ടും 100% നമുക്ക് സ്വാഗതാർഹമാണ്. പക്ഷേ ഇതിനു മുമ്പ് സുപ്രീം കോടതി വിധിച്ച നമ്മുടെ സെൻകുമാറിന്റെ TP സെൻകുമാറിന്റെ ഒരു വിധി ഇവിടെ കിടപ്പുണ്ട്. അതിനെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അതിനെ എത്രമാത്രം അട്ടിമറിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നു, അദ്ദേഹത്തിന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടെന്നും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോ സുപ്രീം കോടതി വിധിച്ചാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുമ്പോഴാണ് ആ യഥാർത്ഥം പറഞ്ഞാൽ വളരെ അത് ശരിക്കും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ കൊണ്ടുവരുന്നത്. ശരി, വളരെ നന്ദി പ്രദീപ് വിളിച്ചതിന്. ധന്യൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ധന്യൻ പറയൂ. ഹലോ. ഈ വിധി വളരെ സ്വാഗതാർഹം തന്നെയാണ്. പക്ഷെ ഇവിടുന്ന് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച ആ അന്വേഷണം ഡയറക്ടർ അതേ ഒരു ഭയപ്പാടും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത്. ഏതന്വേഷണം വ്യക്തമായില്ല. ഈ റാഫേൽ അഴിമതിയായിട്ടുള്ള അന്വേഷണം വളരെ നല്ല രീതിയിൽ ഒരു ഭയപ്പാടും കൂടി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ശരി, പക്ഷെ അദ്ദേഹത്തിന്റെ കാലാവധി ജനുവരി 31 അവസാനിക്കാനിരിക്കുകയാണ് എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. മാത്രവുമല്ല, പ്രധാനമന്ത്രി കൂടി ഉൾപ്പെടുന്ന ഒരു സെലക്ഷൻ സമിതി ഈ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന വിഷയം കൂടി ഉണ്ട്. വളരെ നന്ദി വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന്. കൊല്ലത്ത് നിന്ന് വിജയൻ പിള്ള എന്ന പ്രേക്ഷകൻ ചേരുന്നു. വിജയൻ പിള്ള, താങ്കൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത്? CBIയെയും റിസർവ് ബാങ്കിനെയൊക്കെ BJP ഗവൺമെന്റ് കൈവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഗവൺമെന്റ് തിരിച്ചടി തന്നെയാണ്. CBIയെയും റിസർവ് ബാങ്കിനൊക്കെ കൈവെക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയം തന്നെയായിരുന്നു. റഫാൽ ഇടപാടിൽ അലോക് വർമ്മ ഇരുന്നാൽ BJP ഗവൺമെന്റ് നരേന്ദ്രമോദിക്കും ക്ഷീണം സംഭവിക്കുന്ന രാഹുലിന്റെ അടുത്ത് പാദരാത്രി കമ്മിറ്റിയാണ്, പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന കമ്മിറ്റിയാണ് മാറ്റേണ്ടിയിരുന്നത്. പക്ഷേ അർദ്ധരാത്രി വിളിച്ചു വരുത്തി അദ്ദേഹത്തെ അലോക് വർമ്മ മാറ്റിയത് സുപ്രീം കോടതിയുടെ വിധി ശരിക്കും ഗവൺമെന്റിനെതിരെ തന്നെയാണ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശരി, ജനാധിപത്യ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ആ രീതിയിൽ ഇന്നത്തെ കോടതി നടപടികൾ സ്വാഗതം ചെയ്യുകയാണ് എന്നാണ് വിജയൻ പിള്ള എന്ന പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. സുജാത എന്ന പ്രേക്ഷകയാണ് ചേരുന്നത്. പറയൂ സുജാത, എവിടെ നിന്നാണ്, എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്കുള്ള അഭിപ്രായം? പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പറയൂ. ചന്ദ്രപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന്. പക്ഷെ ഈ കോടതി വിധി എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ 2 മക്കളുണ്ട്. അവർ 2 പേരും ഒറ്റയ്ക്കായി ഇവിടുന്ന് പന്തളത്ത് ചെന്നിട്ട് ഇവിടുന്ന് ഒരു മൊഴിക്കെട്ട് നിറച്ച് പന്തളത്ത് ചെന്ന് പന്തളത്ത് ഒന്നും ഇത്. ശരി, സുജാത വിളിച്ചത് മറ്റ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് തോന്നുന്നു സുജാത പറയുന്നത്. ഇത് CBIയിൽ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇന്നുണ്ടായ നടപടിക്രമങ്ങൾ, അതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാനുള്ള വേദിയാണ്. വളരെ നന്ദി വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ജയശങ്കർ ചേരുന്നു. ജയശങ്കർ പറയൂ. സുപ്രീം കോടതി വിധി സ്വാഭാവികമായി സ്വാഗതാർഹമാണ്. കാരണം നമ്മുടെ അവസാന പ്രതീക്ഷയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അതുപോലെ കോടതി വിധികളും കാര്യങ്ങളുമൊക്കെ സാധാരണ മനുഷ്യന്മാരുടെ അവസാന പ്രതീക്ഷയാണ്. അപ്പോൾ തീർച്ചയായും ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ജുഡീഷ്യറി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നത്
ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ കാര്യമാണ്. ശരി, വളരെ നന്ദി ജയശങ്കർ വിളിച്ചതിന്. വട്ടിയൂർക്കാവിൽ നിന്ന് വിനോദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. വിനോദ്, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം? വിനോദ്, കേൾക്കാമോ? വിനോദില്ല. കോഴിക്കോട് നിന്ന് ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ബാലകൃഷ്ണൻ, കേന്ദ്ര സർക്കാരിനൊരു വലിയ തിരിച്ചടിയാണോ ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനം? ഇരുട്ടിന്റെ മറവിലാണ് എല്ലാ തീരുമാനവും നമ്മുടെ പ്രധാനമന്ത്രിയും ഗവൺമെന്റ് എടുക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സംഭവിക്കുന്നത്. ഒരു 3 കമ്മിറ്റി ചെയ്യേണ്ട കാര്യം ഏകപക്ഷീയമായി ചെയ്താൽ അതിനെ മനസ്സിലാക്കാനോ കേന്ദ്ര ഗവൺമെന്റിന് ആരോ ഭയപ്പെടാണ്ടെന്നുള്ളത്, ആ ഭയപ്പെടാനുള്ള ഭാഗമായിട്ടാണ് ഇയാളെ പുറത്താക്കി, ഈ മനുഷ്യൻ പുറത്താക്കിയുള്ളത്. അതിന് കിട്ടിയൊരു തിരിച്ചടിയാണ് ആ നിലയ്ക്കാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുകയാണ്. CBC റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടിയെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. പ്രതിപക്ഷം ഇത് വല്ലാതെ ഒരായുധമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിനെ ന്യായീകരിക്കാൻ കഴിയുമോ കേന്ദ്ര സർക്കാരിന് ഇനിയും? കഴിയില്ലല്ലോ, അതിന് കഴിയില്ല. കാരണം ഇത് കമ്മിറ്റി തീരുമാനിക്കുന്നത് CBI തീരുമാനിച്ച കമ്മിറ്റിയാണല്ലോ. അത് ഒഴിവാക്കണമെങ്കിൽ ആ കമ്മിറ്റി തീരുമാനിക്കേണ്ടത്. അപ്പൊ ആ കമ്മിറ്റിനെ മറികടന്ന് ചെയ്യണമെങ്കിൽ അതിന്റെ അകത്ത് തന്നെ ഇവർക്ക് ഭയപ്പെടാണ്ടെന്ന് ഉറപ്പാണല്ലോ. കേന്ദ്ര ഗവൺമെന്റിന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭയപ്പെടാണ്ടെന്ന് ഉറപ്പുള്ള കാര്യമാണിത്. അല്ലെങ്കിൽ ചെയ്യില്ലോ. ഇപ്പൊ തന്നെ കോടതി എന്താ പറഞ്ഞത്, ഈ 3 കമ്മിറ്റി ഉടനെ ചേർന്ന് ഞാൻ തീരുമാനമെടുക്കാൻ പറഞ്ഞത്. അവരെ CBIന്റെ അധികാരം ഒന്ന് ഉപയോഗിക്കാണ്ട് നിലനിൽക്കാം എന്ന് പറയുമ്പോൾ അത് തിരിച്ചടി മാത്രമല്ല, ഇവർക്ക് ഭയപ്പെടാണെന്ന് ജനം മനസ്സിലാക്കിയിരിക്കുന്നത്. ശരി, അതാണ് കാണേണ്ടത്. വളരെ നന്ദി ബാലകൃഷ്ണൻ വിളിച്ചതിന്. ബാംഗ്ലൂരിൽ നിന്ന് സൂര്യനാരായണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. സൂര്യനാരായണൻ, എന്താണ് താങ്കളുടെ അഭിപ്രായം? നടന്നത് നല്ലൊരു അഭിപ്രായമാണ്. സുപ്രീം കോടതി തീർപ്പ് നരേന്ദ്രമോദിക്ക് ഭയങ്കര ഒരു അടിയാണത്. അത് പറയൂ. രാജ്യത്തെ പരമോന്നതമായ ഒരു അന്വേഷണ ഏജൻസിയെ വരിഞ്ഞുകെട്ടാനുള്ള ഒരു നീക്കം, റഫേൽ ഇടപാട് സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് ആ കേസിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായ നടപടിയായിട്ട് തന്നെയാണോ താങ്കൾ കാണുന്നത്? അത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായി തന്നെയാണോ താങ്കൾ കാണുന്നത്? അതെ അതെ അതെ, അതന്നെയായിട്ട് കാണുന്നത്. ശരി, വളരെ നന്ദി വിളിച്ചതിന്. അനിൽകുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നു. പറയൂ അനിൽകുമാർ. ഹലോ, പറയൂ, കേൾക്കാം. മേഡം, ഇത് ഈ വിധി, കോടതി വിധി എന്തായാലും സർക്കാരിനെതിരെ ഏത് കോടതിയുടെ വിധി വന്നാലും അത് നല്ലത് തന്നെയാണ്, സർക്കാരിന് ഒരു തിരിച്ചടി തന്നെയാണ്. പക്ഷെ TP സെൻകുമാറിനെതിരെ ഇതേപോലെ ഒരു വിധി കേരളത്തിലുണ്ടായി. അപ്പോ ആ വിധി ഇത്ര മാധ്യമങ്ങൾ ഇത്ര വലിയ കൊട്ടിഘോഷിച്ച് ആഘോഷിച്ചിരുന്നില്ല. അതിന്റെ കാരണം പറയാമോ? ശരി, ആ വാർത്തകളും മാധ്യമങ്ങൾ ഇതേ പ്രാധാന്യത്തോടു കൂടി തന്നെ സെൻകുമാറുമായി ബന്ധപ്പെട്ട വാർത്തകളും നൽകിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ബംഗളൂരുവിൽ നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. പൊതുവേദിയിൽ ഇടവേള. അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയ വിഷയമാണ് പൊതുവേദി പരിശോധിക്കുന്നത്. അതിലേക്ക് വരാം. അതിനു മുൻപ് ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മാധ്യമങ്ങളെ കാണുന്നു കൊച്ചിയിൽ. തത്സമയ സംപ്രേഷണം. ഈ സാഹചര്യത്തിൽ NDAയിലെ ഘടകകക്ഷികളെല്ലാം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരായ ജനാധിപത്യപരമായ, സമാധാനപരമായ, നിയമാധിഷ്ഠിതമായ സമര പരിപാടികളുമായി, പോരാട്ടവുമായി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. PC തോമസ് സീനിയർ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ PC തോമസാണ് എത്താത്തത്. അതൊരു 10 മിനിറ്റ് കൊണ്ട് എത്തും. ഡൽഹിയിലായിരുന്നു ഇന്ന് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ടാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. ഒരു NDA അതിൽപ്പെട്ട സംഘടനകളിലെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു യോഗമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ശബരിമല സംഭവത്തെ തുടർന്ന് ഇടതുപക്ഷ സർക്കാരും UDFന്റെ നിഷ്ക്രിയത്വവും LDFന്റെ അതിക്രമങ്ങളും ഇത് രണ്ടും ചേർന്ന് കേരളത്തെ ഒരു കലാപഭൂമിയാക്കി അവർ മാറ്റുകയാണുണ്ടായത്. അതിനെതിരായിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ശക്തി NDA ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇത് കൈമുതലാക്കിക്കൊണ്ട്, മുതലെടുപ്പ് നടത്തുക എന്ന് ഞാൻ പറയുന്നില്ല, ഇത് കൈമുതലാക്കിക്കൊണ്ട് we will have to make use of the situation. ഈ സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തും. ഓപ്പർച്യൂണിറ്റിയോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഞാൻ ആ പദങ്ങളൊന്നും ഉപയോഗിക്കില്ല. പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമല്ലോ. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. NDAയുടെ തീരുമാനം
ഈ നിലയ്ക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ദേശീയ രാഷ്ട്രീയത്തിനനുസൃതമായി മാറ്റാനാണ്. ആ മാറ്റത്തിൽ ഗുണപരമായ ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ്. മാധ്യമ സുഹൃത്തുക്കളുടെ കൂടി സഹായ സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒട്ടേറെ സീറ്റുകളിൽ NDAക്ക് ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൂടി സഹായം അഭ്യർത്ഥിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. പൊതുവേദിയിലേക്ക് വീണ്ടും അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നു. വർമ്മയ്ക്കെതിരായ പരാതികൾ ഒരാഴ്ചയ്ക്കകം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ സമിതി പരിശോധിക്കണം എന്നാണ് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെലക്ഷൻ സമിതി തീരുമാനം വരുന്നതുവരെ അലോക് വർമ്മ നയപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടില്ല എന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. കോടതിയുടെ ഈ നടപടികൾ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയോ എന്നാണ് പൊതുവേദി പരിശോധിക്കുന്നത്. ഇപ്പോൾ സുബിൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. സുബിൻ, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം? നമസ്കാരം ന്യൂസ് 18. ഹലോ, പറയൂ. കേൾക്കാം. നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കൊരു വിചാരമുണ്ട്, എന്തുമാകാം എന്നുള്ള ഒരു വിചാരം. ആ വിചാരത്തിനുള്ള ഒരു തിരിച്ചടിയാണ് CBI ഓഫീസറിന്റെ ഈ ഒരു മടങ്ങിവരവും സുപ്രീം കോടതിയുടെ ഈ ചരിത്രപരമായ ഈ ഒരു വിധി. ഈ സെൻകുമാറിനെ പോലുള്ള അതുപോലെ നല്ല നല്ല കുറെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തുണ്ട്. അവരെയൊക്കെ ഏത് വിധത്തിലേലും അടിച്ചമർത്തുക എന്നുള്ള ഒരു രീതിയാണ് എല്ലാ ഭരണകർത്താക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടിയ ഒരു വലിയൊരു തിരിച്ചടിയാണ് ഇപ്പം സുപ്രീം കോടതി ഈ നടത്തിയിരിക്കുന്ന വിധി. പത്തനംതിട്ടയിൽ നിന്ന് സുബിൻ എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. വളരെ നന്ദി വിളിച്ചതിന്. ആലപ്പുഴയിൽ നിന്ന് സിദ്ധൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. പറയൂ സിദ്ധൻ. ഭരണഘടനാപരമായിട്ടുള്ള നിൽക്കുന്ന ഒരു കോടതിയല്ലേ, അപ്പം നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോടതിയുടേതാകുന്ന ഒരു റൈറ്റ് കോടതിക്കുണ്ട്. ആ ഒരു കോടതി വിധിയെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും CBI ഡയറക്ടറെ നിസ്സാരമായിട്ട് മാറ്റുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അന്നും ആ വിധി ഇതുപോലൊരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ. ശരി. ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ അതിരുവിട്ട് കടന്നാക്രമിക്കുന്നു, അവരുടെ കൺട്രോളിൽ നിർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവരുടെ ആരോപണങ്ങൾക്ക് കരുത്തു പകരുന്നത് കൂടിയല്ലേ ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി വിധി? അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. മറ്റൊരു പ്രേക്ഷകൻ സാജിർ ചേരുന്നു. സാജിർ, പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം? പറയൂ സാജിർ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ, കേൾക്കാം. സാജിർ, പറയൂ. ഹലോ. നെയ്യാറ്റിൻകരയിൽ നിന്ന് പ്രശാന്ത് എന്ന പ്രേക്ഷകൻ ചേരുന്നു. പ്രശാന്ത്, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. മാഡം, ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ CBI ഡയറക്ടറും ഉപഡയറക്ടറും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി വയ്ക്കുകയും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് വളരെ മോശമായ പദപ്രയോഗങ്ങൾ, അഴിമതി ആരോപണം ഉന്നയിച്ച സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പല സമയം അവരുടെ ചർച്ച നടത്തുകയും ചെയ്തതാണ്. എന്നാൽ ഇവർ ആ സമയത്തൊന്നും അതിന് അനുകൂലിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് ആണ് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാതെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നതുള്ള റഫേൽ കേസാണെങ്കിൽ റഫേൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് സുപ്രീം കോടതി പോവുകയുണ്ടായി. സുപ്രീം കോടതി റഫേൽ കേസ് CBI അന്വേഷണത്തിന് ആവശ്യമില്ല എന്ന് പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്താനാണ് പറഞ്ഞത്. സെലക്ഷൻ കമ്മിറ്റി തീരുമാനത്തിലെത്താൻ പറഞ്ഞു. എന്നാൽ സെലക്ഷൻ കമ്മിറ്റിയിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ആരാ പോവുക? ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും കൂടി ഇരുന്ന് ആലോചിച്ചായിരിക്കും ഒരു തീരുമാനത്തിലെത്തുക. അങ്ങനെ അപ്പോ ഈ സെലക്ഷൻ കമ്മിറ്റി തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോ വിധി ഈ പറഞ്ഞ തീരുമാനം തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. പ്രൊസീജിയറിനെ തെറ്റ് പറഞ്ഞു, അല്ലാതെ ആയിരുന്നു നിലപാടിനല്ല. ശരി, അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു തിരിച്ചടിയല്ല ഇന്നത്തെ നടപടികൾ എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാര്യം ഈ ഡയറക്ടറെ പല പ്രാവശ്യവും ഇവർ തമ്മിൽ സംസാരിച്ച ഈ വിഷയത്തിലേക്ക് ആ പദവിയെ ദുരുപയോഗം ചെയ്തതെന്ന് ആവശ്യപ്പെട്ടപ്പോഴും അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഇവർ പോയത്. പ്രധാനമന്ത്രി അന്നൊരു തീരുമാനത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പോകുന്നത്. കാര്യം ഇദ്ദേഹത്തെ മാറ്റിയല്ല,
ഡയറക്ടറെയും ഉപഡയറക്ടറെയും മാറ്റിക്കൊണ്ട് മൂന്നാമതൊരാളെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. തർക്കമുള്ള രണ്ടുപേരെ മാറ്റുകയാണ് ചെയ്തത്. നമ്മളൊരു വിഷയത്തിൽ തർക്കം ഉണ്ടാകുമ്പോൾ ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥനെ അതും പാതിരാത്രി ഒരു അട്ടിമറി എന്ന് തോന്നിക്കുന്ന തരത്തിൽ നിയമിച്ചു എന്നതാണ് ആക്ഷേപം. മേഡത്തിന്റെ ഓഫീസിൽ പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റ് ഇരിക്കുന്ന ആൾക്കാർ ഒരു തർക്കം ഉണ്ടായാൽ പല പ്രാവശ്യം അവർ വിളിച്ച് ചർച്ച നടത്തും. ചർച്ച നടത്തിയ ശേഷം ഇത് ശരിയല്ല, നിങ്ങളുടെ നിലപാടുകൾ ശരിയല്ല, ഇത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ആ സമയത്ത് ഒരു തർക്കം ഉണ്ടായ സമയത്ത് പ്രധാനമന്ത്രി ഇടപെട്ട് തർക്കം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത് അതാ പ്രധാനമന്ത്രി CBI കയറി ഇടപെടുന്നതാണ്. എന്നാൽ എന്തായി? അവസാനം അങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്താണ് മാറ്റിയത്. അത് സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നു. അലോക് വർമ്മ തിരിച്ച് അദ്ദേഹം വരികയും ചെയ്തു. വളരെ നന്ദി വിളിച്ചതിന്. യാതൊരു തരത്തിലും കോടതി വിധി കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയല്ല, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ സംശയത്തോടെ കാണേണ്ടതുമില്ല എന്നാണ് പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. സുശീല കോട്ടയത്ത് നിന്ന് ചേരുന്നു. സുശീല, എന്താണ് താങ്കളുടെ അഭിപ്രായം? നമ്മുടെ ഈ കോടതി വിധിയെ ഞാൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ ഇന്ത്യയിൽ ഈ സുപ്രീം കോടതി വിധി ശരിക്കും സ്വാഗതാർഹം തന്നെയാണ്. എന്താണ് എനിക്ക് പറയാനുള്ളത്? ശരി, വളരെ നന്ദി സുശീല വിളിച്ചതിന്. സിന്ധു എന്ന പ്രേക്ഷക കൂടി ചേരുന്നു. സിന്ധു പറയൂ. ഹലോ, ഈ കോടതി വിധിയോട് പൂർണ്ണമായി യോജിക്കുന്നു. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനാധിപത്യ രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭരിക്കുന്ന പാർട്ടികൾക്ക് ഒരു ഗവൺമെന്റ് അത് നല്ലവണ്ണം നമ്മളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ സ്ഥാനത്ത് എത്തുന്നത്. അപ്പൊ അവർക്ക് അത് നമ്മളുടെ ഈ പാർട്ടി പരമായിട്ട് അവരത് പുറത്താക്കുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അയാളുടെ ആ സത്യം തെളിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചു വരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കോടതിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി ഭരണഘടന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ എല്ലാ ചർച്ചകൾക്കും ശേഷമാണ് അവരൊരു തീരുമാനം എടുക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭരണഘടന അനുസരിച്ച് നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളോ അതൊന്നല്ല, നമ്മുടെ അറിവാണ് ഏറ്റവും വലുത്. ശരി, വളരെ നന്ദി സിന്ധു. കോഴിക്കോട് നിന്ന് വിളിച്ചതിനും അഭിപ്രായം പറഞ്ഞതിനും. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് സിന്ധു പറയുന്നത്. അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ ഈ കോടതി നടപടി കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയോ എന്നാണ് പൊതുവേദി പരിശോധിച്ചത്. വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി.